നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമി ശരണമയ്യപ്പ. ഞാൻ വീണ്ടും വന്നു. ആചാര്യനിപ്പോൾ വായിച്ചു നിർത്തിയിരിക്കുന്നത് സുന്ദരബ്രാഹ്മണനെ രുക്മിണിയുടെ സന്ദേശവുമായിട്ട് ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് വരെയാണ്. ഇതിനിടയിൽ കംസവധത്തിന് ശേഷം വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഉദ്ധവൻ ഗുരുദക്ഷിണ വരെയാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച് നിർത്തിയത്. അതിനുശേഷം ഉദ്ധവൻ ഗോകുലത്തിൽ ചെല്ലണു, നന്ദഗോപരിയും യശോദയും സമാധാനിപ്പിക്കണു, ഗോപികളെ കാണുന്നു, ഭ്രമരഗീതം വർണ്ണിക്കണു. ഭഗവാന്റെ സന്ദേശം കേൾപ്പിച്ചിട്ട് ഉദ്ധവർ ഗോപികളെ സന്തോഷിപ്പിക്കുന്നത്, സമാധാനിപ്പിക്കുന്നത്. ഇവിടെ മധുരയിൽ ഭഗവാൻ സൈരന്ധ്രിയുടെ ഗൃഹത്തിലേക്ക് ചെല്ലുന്നത്, അക്രൂരൻ്റെ ഗൃഹത്തിൽ ചെല്ലുന്നത്, അതിനുശേഷം അക്രൂരനെ തൻ്റെ ബന്ധുക്കളായിട്ടുള്ള പാണ്ഡവന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അറിയാനായിട്ട് ഹസ്തിനപുരത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അക്രൂരൻ്റെ ഹസ്തിനപുര സന്ദർശനം, ധൃതരാഷ്ട്രമായിട്ടുള്ള സംവാദം, മധുരയിലേക്ക് അദ്ദേഹത്തിൻ്റെ മടക്കം, അതിനുശേഷം കാലങ്ങൾ കുറച്ചുകൂടെ ചെന്ന് ജരാസന്ധ യുദ്ധം പറയണു, ദ്വാരകാ നിർമ്മാണം, കാലയവൻ എന്ന് പറയുന്ന രാജാവിൻ്റെ നാശം മുജുകുന്ദനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, മുജുകുന്ദൻ്റെ സ്തുതി, മുജുകുന്ദനെ ബദരിയിലേക്ക് തപസ്സിന് ഭഗവാൻ പറഞ്ഞയക്കുന്നു. അതിനുശേഷം രുക്മിണി സന്ദേശം, ഇതുവരെയാണ്. അപ്പോൾ ബ്രാഹ്മണൻ പോയിട്ട് ഭഗവാനെ കാണുന്ന വരെ ഒരു 3/4 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കംസവധമൊക്കെ പറഞ്ഞു വരാം. കാരണം ഇവിടുന്ന് ദ്വാര എത്തണ്ടേ, ദ്വാരയല്ല ഇവിടെ വിദർഭയിലെത്തണ്ടേ. അപ്പോൾ ആ ഒരു വിദർഭയിൽ നിന്ന് തിരിച്ചും ആ 2 യാത്രകളുണ്ട്. അപ്പം അതൊന്ന് ചുരുക്കി പറയാം. ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക, കഴിയുന്ന ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, എൻ്റെ ആരോഗ്യത്തിനോട് എന്തെങ്കിലും അനുകമ്പ കാണിക്കുക. അപ്പോൾ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ട് അക്രൂരൻ മധുരയിൽ പ്രവേശിച്ചിട്ട് കംസനെ അറിയിക്കുകയാണ്, കുട്ടികൾ വന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവിടുന്ന് പോയി കളയും. കംസനാകട്ടെ വലിയ എന്താ പറയുക സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഭഗവാനും ബലഭദ്രനുമാണെങ്കിൽ നടന്ന് സഭാമണ്ഡപവും മറ്റ് പല പ്രദേശങ്ങളൊക്കെ കണ്ട് അതിൻ്റെ എന്താ പറയുക ആ നഗരത്തിൻ്റെ പ്രൗഢി മുഴുവൻ കാണിച്ചു തരുന്ന ഒരു വർണ്ണനാഭാഗം വരുന്നു. അതിനുശേഷം ഭഗവാനെ ഒരു മനോഹരമായിട്ടുള്ള ഉപമയെ കൂടെയാണ് ശുകമഹർഷി പരീക്ഷത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു വലിയ മണ്ഡലേശ്വരൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് കൂടിയിട്ട്, മണ്ഡലേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസ സമൂഹങ്ങളുടെ നാഥനായിട്ടിരിക്കണമെന്നാണ്. നമ്മൾ നോർത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ സന്യാസിമാർക്ക് അതിൻ്റെ പേരുണ്ടാവും, മഹാമണ്ഡലേശ്വരൻ എന്നൊക്കെ പേരുണ്ടാവും. കാശികാനന്ദഗിരി മഹാരാജൊക്കെ ഉണ്ടായിരുന്നു, നിർമ്മലാനന്ദ സ്വാമിയുടെയൊക്കെ ഗുരുനാഥൻ. അവരൊക്കെ വലിയ സന്യാസ സമൂഹങ്ങളുടെ അധിപന്മാരാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹാമണ്ഡലേശ്വരൻ ഒരു നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനേകായിരം ആൾക്കാരോട് കൂടിയിട്ടാണ്, സന്യാസിമാരോട് കൂടിയിട്ടാണ് ഈ പ്രവേശിക്കുക. അപ്പോൾ അതേപോലെ ബലരാമനും കൂട്ടുകാരും ഒക്കെ ഒന്നിച്ച്, അപ്പോഴേക്കും നന്ദഗോപനും മറ്റുള്ളവരും ഒക്കെ മധുരയിലേക്ക് എത്തിക്കഴിഞ്ഞു. തൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ ചേർന്നു. കുറേ പുതിയ ആൾക്കാരും ഭഗവാന്റെ രൂപലാവണ്യം കണ്ടിട്ട് കൂടെ കൂടിയവരും ഒക്കെ ആയിട്ട് ഒരു വലിയ സംഘം ആൾക്കാരോട് കൂടിയിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ അതിസുന്ദരന്മാരായിട്ടുള്ള 2 പേരെ കാണുവാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ മാളികളുടെ മുകളിലൊക്കെ കയറി നിന്നിട്ട് നോക്കാൻ തുടങ്ങിയെന്നാണ് പറയണത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന ഭഗവാനെയും ബലഭദ്രനെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുക. ഭഗവാനെ കാണാൻ വരുന്ന തിരക്കിൽ പല ആൾക്കാരും ശരിയാവണ്ണം ഡ്രസ്സ് ചെയ്ത് പോലും ഇല്ല എന്നാണ് പറയണത്. കൺമഷിയൊക്കെ അവിടെ ഇവിടെയൊക്കെ തേച്ച് സാരിയൊക്കെ മാറി കൊടുത്തിട്ടും ഒക്കെ ആയിട്ടാണ്. അതായത് ആ ധൃതി, ഭഗവത് ദർശനത്തിന് ഉള്ള സമയം വരുമ്പോൾ, ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഇച്ഛിക്കുമ്പോൾ നമ്മുടെ സംസാര കാര്യങ്ങളെ ഒന്നും നമുക്ക് മുഴുവനാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭ്രാന്തനെമാരിയും സംസ്കാരത്തിന് ചേരാത്ത രീതിയിലൊക്കെ ഭക്തൻ ചിലപ്പോൾ നടന്നു എന്ന് വരും. ഇതൊക്കെ ജ്ഞാനപാന വായിച്ചാലും നമുക്ക് മനസ്സിലാവും. മത്തനെപ്പോലെ നൃത്തം കുതിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. ഭ്രാന്തനെമാരി നൃത്തം ചെയ്തിരുന്നു ആ സമയത്ത്. ഇത് തന്നെ എനിക്ക് അങ്ങനെ നൃത്തം ചെയ്യണം എന്ന് ഭട്ടതിരി നാരായണീയത്തിലും പറയുന്നുണ്ട്. അപ്പം ആനന്ദമൂർത്തികളായിട്ടുള്ള ആ ഭഗവാന്മാരെ ദിവസവും ദർശിക്കാൻ എന്തു പുണ്യമാണ് ഗോകുലത്തിലെ ഭക്തന്മാരും സ്ത്രീകളും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അങ്ങനെ ദ്വൈതമായിട്ടുള്ള മായയുടെ രൂപത്തിലുള്ള കംസൻ്റെ വിചിത്രമായ കാഴ്ചകളുള്ള രാജധാനി, മായയുടെ എല്ലാവിധ മാർക്കറ്റിങ്ങും നന്നായി വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ആ രാജധാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് ഭഗവാന്മാർ അവിടെ നടന്നു. അതായത് വാനപ്രസ്ഥ ഈ ദ്വൈതത്തെ നശിപ്പിച്ച് അദ്വൈത പ്രാപ്തിക്കുള്ള മാർഗം കാണിക്കണമെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വാനപ്രസ്ഥ ആശ്രമത്തിലേക്കും അവിടുന്ന് സന്യാസാശ്രമത്തിലേക്കും വരണം എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ വസ്ത്രം മാറുന്നത് പറയുന്നു. ഇതിനാണ് വെളുത്തേടനെ കൊണ്ടുവരുന്നത്. ഭഗവാൻ തൻ്റെ വസ്ത്രം മാറുന്നത്.
ഭഗവാൻ അതുവരെ പീതാംബരമാണ് ഉടുക്കുന്നത്. ഈ വധസമയത്ത് മാത്രം ഭഗവാൻ വസ്ത്രം മാറ്റി കാവിയുടെ നിറമുള്ളൊരു വസ്ത്രം ഉടുക്കുന്നത്. അപ്പം ഈ മല്ലൻ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇന്ദ്രിയങ്ങളെയും മല്ലന്മാരെയും ജയിക്കാൻ കഴിയും. എന്തിനാ വസ്ത്രം മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്ത്രം മാറി ആളെ കണ്ടു കഴിഞ്ഞാൽ മറ്റ് സാംസാരിക ജീവികൾ അങ്ങേരെ വന്ന് ഉപദ്രവിക്കില്ല. അതായത് അയാളുടെ അടുത്ത് വന്ന് വെറുതെ വർത്തമാനം പറയാൻ നിൽക്കില്ല. ഇന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ വെറുതെ പോയി വർത്തമാനം പറഞ്ഞ സന്യാസിമാരോടാണ്. അവർ ബ്രഹ്മവിദ്യ പഠിപ്പിക്കാൻ വരുമ്പോൾ അവരോട് പോയിട്ട് പറയണത് മുഴുവൻ പ്രാരബ്ധമാണ്. അവരോട് പറയണത് എൻ്റെ വീട്ടിൽ അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി, മക്കൾക്ക് ജോലിയില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടാണ് പറയണത്. അപ്പം പണ്ട് കാഞ്ചി പരമാചാര്യരുടെ അടുത്ത് ആരോ ഇത്തരം എന്തോ ബിസിനസ് വർദ്ധിപ്പിക്കുകയും അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, ശങ്കരൻ ഈ പീഠമുണ്ടാക്കിയത് അദ്വൈതം പ്രചരിപ്പിക്കാനാണെന്ന് മാത്രം പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നു. അപ്പോൾ ഭഗവാൻ വസ്ത്രം മാറുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സന്യാസത്തിൻ്റെ ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ അദ്ദേഹം സംസാരികളുടെ ഇടയിൽ ഇരുന്നാൽ പോലും അവർ പോയിട്ട് ദ്രോഹിക്കില്ല എന്ന് കാണിക്കാൻ. അപ്പം അങ്ങനെ രാജവീതിയിൽ കൂടെ നടക്കുമ്പോൾ ഒരു വെളുത്തേടൻ ഒരു കെട്ട് അലക്ക് വസ്ത്രങ്ങളുമായിട്ട് തൻ്റെ നേർക്ക് വരുന്നത് കണ്ടു. ഞാൻ ഒരു സ്ഥലത്ത് സപ്താഹം നടത്തുമ്പോൾ ഞാൻ അബദ്ധത്തിന് ആശാരി എന്ന് പറഞ്ഞു പോയി. അത് സഭയിലിരുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങ് ജാതിപ്പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് അത്രയും ദ്വൈതമാണ് ആൾക്കാരുടെ തലയിൽ. ദ്വൈതം അത്രമാത്രമാണ്. അവർക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാറില്ല. അങ്ങനെയുള്ളവർ ഭാഗവതം നടക്കുന്ന സ്ഥലങ്ങൾ വരാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ അതേമാതിരി ഇനിയിപ്പോൾ വെളുത്തേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ കലിപ്പ് വരുമോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൻ വസ്ത്രത്തിന് ചായം മുക്കണ ഡൈയിങ് ചെയ്യണ ജോലിയും ചെയ്യുന്നവനായിരുന്നു. ഭഗവാൻ അവൻ്റെ അടുത്ത് സ്വന്തം ആവശ്യത്തിനായിട്ട് അലക്ക് വസ്ത്രം തരണം പറഞ്ഞു. അപ്പോൾ എനിക്ക് വസ്ത്രം തന്നാൽ നിനക്ക് നന്മ വരുന്നു പറഞ്ഞു. അവനാണെങ്കിൽ കംസൻ്റെ ആളായിരുന്നു. അവൻ പറഞ്ഞു, ഈ പർവ്വതത്തിലും കാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വിശിഷ്ട വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ സാധിക്കില്ല, അവർക്കത് എങ്ങനെ ഉടുക്കേണ്ടതെന്ന് പോലും അറിയില്ല. പിന്നെ നിന്നെ പോലെ കാടന്മാർക്ക് രാജാവിൻ്റെ വസ്ത്രങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് വലിയ വർത്തമാനം പറഞ്ഞു. അങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഭഗവാൻ അവൻ്റെ തല നുള്ളിയെടുത്ത് കളഞ്ഞു എന്നാണ്. അവനെ കൊന്നു കളഞ്ഞ് അവൻ്റെ കൂടെയുള്ള വെളുത്തേടന്മാരൊക്കെ വസ്ത്രക്കെട്ടുകൾ അവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. രാമനും കൃഷ്ണൻ അവർക്ക് ഇഷ്ടമുള്ള പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ബാക്കിയൊക്കെ ഫ്രണ്ട്സിനും കൊടുത്ത് ബാക്കിയുള്ളതിനൊക്കെ അവിടെ നിലത്ത് വിട്ടിട്ട് പോയി. അവർ വെളുത്തേടൻ ഭഗവാന്റെ അടുത്ത്, ഭഗവാനൊക്കെ പർവ്വതത്തിലും വനത്തിലും വസിക്കുന്നവരാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭഗവാനും രാമനും വാനപ്രസ്ഥക്കാരാണ്, അവരിനി സന്യാസത്തിലേക്ക് കയറുകയാണ്. അതിനാണ് അത് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുന്ന സമയത്ത് ഒരു തുന്നക്കാരനെ കണ്ടു, തയ്യൽക്കാരനെ. അവൻ്റെ കയ്യിൽ ഈ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അവൻ അതിനെ വൃത്തിയായിട്ടൊക്കെ തുന്നി പെട്ടെന്ന് അരമണിക്കൂർ സ്റ്റിച്ചിങ്ങാണ്, പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് അതിനെ നിറത്തിലൊക്കെ മുക്കി വൃത്തിയാക്കിയിട്ട് ഭഗവാന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പ്രസന്നനായിട്ട് അവന് സ്വന്തം രൂപത്തിലുള്ള മുക്തി, സാരൂപ്യം എന്ന് പറയും, ഭഗവാനെ പോലെ ഇരിക്കും കണ്ട ആ രൂപമുക്തിയും കൊടുത്തു. ലക്ഷ്മി, ബലം, ഐശ്വര്യം, സ്മൃതി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് അവനെ അനുഗ്രഹിച്ചതായിട്ട് ഭാഗവതം 42-ാമത്തെ ശ്ലോകത്തിൽ 41-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. വസ്ത്രം കാവ്യമുഖി എടുത്തുകൊണ്ട് മാത്രം സന്യാസിയാവില്ല. അതുകൊണ്ട് മാത്രം സന്യാസിയാവില്ല. അവനവൻ്റെ ശരീരത്തെ പിണ്ഡം വെച്ചവൻ, വിരജാഹോമം വഴി പിണ്ഡം വെച്ചവനാണ് സന്യാസി. അപ്പം എൻ്റെ ശരീരം മണ്ണോട് ചേർന്നു എന്ന് കാണിക്കാനാണ് മണ്ണാകുന്ന കാവ്യവർണ്ണത്തിൽ മുക്കിയിട്ട്. പഴയ കാലത്തൊന്നും ഈ സിന്തറ്റിക് കളറല്ല, കാവ്യമണ്ണ് കലക്കി അതിൽ മുക്കിയിട്ടാണ് വസ്ത്രം എടുക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് മുക്കിയെടുക്കണം, ആ നിറം മങ്ങും. അപ്പം അങ്ങനെ മുക്കിയെടുക്കണം. അവർ മഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞാൽ മഞ്ഞളിൽ തന്നെ മുക്കുക. മഞ്ഞൾ വ്യാഴപ്രതീകമാണ്. അപ്പം അങ്ങനെ മുക്കിയെടുക്കും. പക്ഷെ സന്യാസി യഥാർത്ഥത്തിൽ സന്യാസിയാവണവൻ ഇന്ദ്രിയ ദമനം ചെയ്യണം. അതുകൊണ്ട് അടുത്തൊരു പൂക്കാരൻ്റെ കടയിലേക്ക് ഭഗവാൻ ചെല്ലണം. ആ പൂക്കാരൻ്റെ പേര് സുദാമാണ്. ദമനം ചെയ്തവൻ, അവനവൻ്റെ ഇന്ദ്രിയങ്ങളെ നന്നായി അടക്കിയവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇതേ പേരിൽ ഭഗവാൻ പിന്നീട് ഒരു ക്ലാസ്മേറ്റ് വരും, അദ്ദേഹത്തിൻ്റെ കഥ ഇന്ന് വൈകുന്നേരം വരും. അങ്ങനെ ആ സുദാമാവ് ഭഗവാനെ പൂജിച്ച് തൻ്റെ ജന്മം സഫലമായി എന്ന് പറഞ്ഞിട്ട് ആത്മശക്തി കൊണ്ട് ഇന്ദ്രിയദമനം ചെയ്യണ സമയത്ത് അവിടെ ആത്മാവിൻ്റെ അവതാരം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ പൂക്കാരൻ പറയണതായിട്ട് ശുഗമഹർഷി പറയണു, ഭഗവാനെ ഈ സംസാരത്തിൻ്റെ നിന്ന് ഞങ്ങളെയൊക്കെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അവതരിച്ചിരിക്കണമെന്ന് അവതാര ശബ്ദത്തെ അവിടെ കൊടുത്തിരിക്കണം. അതായത് നമ്മളങ്ങനെ ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു. അവിടെ മനസ്സിലാക്കണം. എന്നിട്ട് പറയും, അങ്ങേക്ക് വിഷമത്തിൻ്റെ ദൃഷ്ടിയില്ല, ഒരാൾ വലുത് ഒരാൾ ചെറുത് എന്നുള്ള ദൃഷ്ടിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, എനിക്ക് മാലകൾ തരിക എന്ന് പറയും. അങ്ങനെ മാലകൾ കൊടുക്കും. സമ്പൂർണ്ണ സമർപ്പണത്തിന്, ഇന്ദ്രിയങ്ങൾ അടക്കിയവൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ലക്ഷണമാണ് ഭഗവാന്റെ കഴുത്തിൽ കിടക്കണ ഓരോ മാലി. വനമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി സമൂഹങ്ങളാണെന്നാണ് പറയുക. ഈ ഋഷി സമൂഹങ്ങൾ തങ്ങളെ തന്നെ ഭഗവാന് സമർപ്പിച്ചവരാണ്. അവരെയാണ് ഭഗവാൻ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ എന്താ വരം വേണ്ടത് ചോദിച്ചപ്പോൾ എനിക്ക് അചഞ്ചല ഭക്തിയെ വേണ്ടു,
അങ്ങയുടെ സേവകരിലും സമസ്ത വസ്തുക്കളിലും അങ്ങയെ കാണാൻ എനിക്ക് സാധിക്കണം, എനിക്ക് ബ്രഹ്മവിദ്യയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അയാൾ നമസ്കരിക്കുമ്പോൾ ഭഗവാൻ അയാൾക്ക് ഐശ്വര്യവും ബലവും ആയുസ്സും യശസ്സും ഒക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ ദ്വൈതബുദ്ധിയെ നശിപ്പിക്കാൻ സന്യാസം സ്വീകരിച്ചു, വസ്ത്രം മാറി, ഇന്ദ്രിയ ദമനം ചെയ്തു. ഇനി ആക്ടിവിറ്റിയെ കറക്റ്റ് ചെയ്യണം. അവനവൻ്റെ ആക്ടിവിറ്റികൾ, ലൈഫിലുള്ള നോർമൽ ആക്ടിവിറ്റികൾ സംസാരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് വളവുണ്ടാവും. നേരെ ഭഗവാന്റെ നേർക്കുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ മാത്രമേ അത് നേരെ ആയിരിക്കുള്ളൂ. ആക്ടിവിറ്റി മായയോട് ചേർന്നിരുന്നാൽ മായയ്ക്കുള്ള കുറിക്കൂട്ടുമായിട്ട് വരുന്ന പെണ്ണിന് 3 വളവുണ്ടാവും. അവളെ ത്രിവക്ര എന്ന് പറയും. കൂനുണ്ടാവും, വളവും ഉണ്ടാവും. അതിനെ ഭഗവാനിലേക്ക്, ഭഗവാൻ ചോദിക്കണം, എനിക്ക് കുറിക്കൂട്ട് നീ തരുമോ എന്ന് ചോദിക്കുന്നത്. കംസനുള്ളതാണെങ്കിലും അങ്ങേക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ചേരുക എന്ന് പറഞ്ഞിട്ട് ആ കുറിക്കൂട്ട് ഭഗവാന് കൊടുക്കണ നിമിഷത്തിൽ ഭഗവാൻ കാലുകൊണ്ട് അവളുടെ കാലിൽ ചവിട്ടി പിടിച്ച് അവളുടെ താടിക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കും. അതായത് തലയ്ക്കാണ് അത് കിട്ടേണ്ടത്, ഈശ്വരൻ്റെ അടി. അപ്പോൾ നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആവും. അങ്ങനെ നേരെ ആയപ്പോൾ അതിസുന്ദരിയായിട്ടൊരു പെണ്ണായി. അപ്പോൾ അവളെ തന്നെ സമർപ്പിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്നെ വന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ആ കുറിക്കൂട്ടിനെ വർണ്ണിക്കണം. നിർഗുണസ്വരൂപമായിട്ടുള്ള ഏതൊരു വസ്തുവിനും വെളുത്ത നിറമാണ് നിർഗുണമായിട്ടുള്ളത്. അത് ബലരാമനാണ്, ശുദ്ധജ്ഞാനമാണ്. അതുകൊണ്ട് അദ്ദേഹം രജോഗുണത്തിൻ്റെ നിറമുള്ള ചുവന്ന തിലകം എടുത്തിട്ട് തൊടും. അപ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. വെളുത്ത് ഇരിക്കുന്ന ഒരാളൊരു ചുവന്ന കുറിയൊട്ട ഭയങ്കര സൗന്ദര്യമായിരിക്കും. ഭഗവാൻ ശുദ്ധസത്വ സ്വരൂപമായിട്ടുള്ള ഈ ശ്യാമവർണ്ണത്തിലായിരിക്കണത്. ആ സത്വസ്വരൂപത്തിൽ തമോ ഗുണത്തിൻ്റെ നിറമായിട്ടുള്ള മഞ്ഞ, തമോ ഗുണത്തിനെ ശുദ്ധീകരിക്കാനാണ് മഞ്ഞൾ ധരിക്കുന്നത്. ആ തമോ ഗുണത്തിൻ്റെ നിറമായിട്ടുള്ള മഞ്ഞ എടുത്തിട്ട് ഭഗവാൻ ധരിച്ച സമയത്ത് ഭഗവാന്റെ ശരീരത്തിൽ ആ മഞ്ഞ കുറിക്കൂട്ട് കളവക്കുറി ഭയങ്കരമായിട്ട് ശോഭിച്ചു വന്നു. ഇവർ രണ്ടുപേരെയും വണങ്ങിയിട്ട് ത്രിവക്ര പോകുന്നു. ത്രിവക്ര പിന്നെയും വരും, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാൻ ഈ വധമൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരും. അത് കഴിഞ്ഞാൽ ഭഗവാൻ ആ പറയണ ഒരു ദിവസമുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടാണ് അവളെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ് ഭഗവാന്റെ യാത്ര തുടരുമ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോ വസ്തുക്കളും ഇങ്ങനെ സമ്മാനവും കാഴ്ച വെച്ചിട്ടും ഒക്കെ പോകണം. അപ്പോൾ കഴുത്തിൽ കുന്നിക്കുരുവിൻ്റെ മാലയൊക്കെ ഇട്ടിരിക്കുന്നത്, ഗുഞ്ചാമാല. അതാണ് ഗുഞ്ചാ മധുര വീതിന മധുര എന്നൊക്കെ പറഞ്ഞിട്ട് മധുരാഷ്ടകത്തിൽ വല്ലഭാചാര്യർ പറയണത്. ഭഗവാൻ മുന്നോട്ട് നടക്കുമ്പോൾ വ്യാപാരികൾ വന്നിട്ട് അവരുടെ കയ്യിലുള്ള സമ്മാനങ്ങൾ കൊടുക്കും. സ്ത്രീകൾ ഭഗവാന്റെ ദർശനം കൊണ്ട് ദേഹഭാവം വിട്ടുപോയി. കാരണം സ്ത്രീ എന്ന് എവിടെ ഭാഗവത്തിൽ പറഞ്ഞാലും അത് ജീവൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളു. വസ്ത്രം ഉരിഞ്ഞുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താന്ത്രികാർത്ഥത്തിൽ സഭ്യത അല്ലെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് താന്ത്രിക രഹസ്യമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഭഗവാന്റെ ജീവിതത്തിൽ കംസവധം വരെയും തന്ത്രമാണ് പറയണത്. അതുകൊണ്ട് സ്ത്രീയെ സഭ്യതയെ ലംഘിക്കുന്ന തരത്തിലുള്ള വിവരണങ്ങൾ ധാരാളം കാണും. താന്ത്രികം അങ്ങനെയാണ്. തന്ത്രത്തിൽ അങ്ങനെ വരുള്ളൂ. ഞാൻ പറയണത് നമ്മൾ കേരളത്തിൽ ഈ ക്ഷേത്രതന്ത്രം അല്ല, അത് വൈദികമാണ്. അതിന് ക്ഷേത്രതന്ത്രം എന്ന് പേര് വന്നു എന്ന് മാത്രം. പ്രായച്ചിത്തങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ക്ഷേത്രതന്ത്രം. അതല്ല ഞാൻ പറഞ്ഞ തന്ത്രം. അമ്മയെ നമ്മൾ ആരാധിക്കുന്ന എന്തോ അത് തന്ത്രം. അതിന് ഇടതും വലത്ത് എന്നൊക്കെ ഭാഗങ്ങളുണ്ട്. വാമമാർഗം ദക്ഷിണമാർഗം എന്നൊക്കെ ഉണ്ട്. വാമമാർഗം കഠിനമാണ്, അത് പലരും മിസ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മിസ്യൂസ് ചെയ്യുന്ന ടെൻഡൻസി ഉള്ളവൻ ഇതുവരെയുള്ള ഭാഗങ്ങൾ ഈ രാസക്രിയയുടെ അടക്കം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ സെക്ഷുവാലിറ്റിയെ കാണുള്ളൂ. അതുകൊണ്ട് ഇവിടം വരെ തന്ത്രമാണ്. അത് കഴിഞ്ഞാൽ സാന്ദീപനയുടെ അടുത്ത് പോകുമ്പോൾ ഭഗവാൻ വേദാന്തം പഠിക്കുമ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ വൈദികവും. അതുകൊണ്ട് അതിനുശേഷം ഇത്തരം ബിംബങ്ങൾ അധികം വരികയില്ല, വളരെ ലിമിറ്റഡായിട്ടേ വരുള്ളൂ. ഭഗവാൻ തൻ്റെ താന്ത്രിക സ്വഭാവം എവിടെ ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഇത്രയും വരില്ല, ലിമിറ്റഡായിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ കാഴ്ചപ്പാടോട് കൂടിയിട്ട് വേണം ഇതിൽ ഓരോ കഥയും കാണാനായിട്ട്. അങ്ങനെ ഭഗവാൻ എന്തുകൊണ്ട് അവളുടെ അടുത്ത് അവൾ വന്നിട്ട് അവൾ പറയണത് അവിടുന്ന് എൻ്റെ കൂടെ വന്ന് താമസിക്കണം എന്നാണ് പറയണത്. പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി. അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് പോയിട്ട് ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. അദ്ദേഹം എവിടെയൊക്കെ അദ്ദേഹത്തിനെ കാക്ഷിക്കണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ചെല്ലും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. സന്യാസിമാരാണെങ്കിലോ അവർക്ക് സ്വന്തം വീടുമില്ല. ആര് വിളിച്ച് ഭക്ഷണം കൊടുക്കണോ അവിടെ പോയി ഭക്ഷണം കഴിക്കും, അവരവിടുന്ന് പോവും. അപ്പോൾ ഇങ്ങനെ കുബ്ജയെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഭഗവാന്റെ ആ യാത്ര. പലരും ചിത്രം പോലെ നിന്നുപോയി എന്നാണ് പറയുന്നത്. ജീവൻ എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ആത്മാനുഭവം ഉണ്ടാകുമ്പോൾ തരിച്ചു നിൽക്കും. കണ്ടു കഴിഞ്ഞു ഭഗവാനെ കണ്ടിട്ട് ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. നിശ്ചല ചിത്രങ്ങൾ പോലെ പാവകൾ ഇങ്ങനെ നിന്ന് പോയ വരി ഇവർ നിന്ന് പോകും. അങ്ങനെ വരുമ്പോൾ പുതിയ ഒരു ദശയുണ്ടാവുകയും ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ചിന്ത പോലും പോയി, ദേഹാഭിമാനം പോയി, കാഴ്ചയിൽ ആ ബ്രഹ്മത്തിൻ്റെ കാഴ്ചയിൽ അങ്ങോട്ട് ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഭഗവാൻ ആദ്യം അന്വേഷിക്കുക എവിടെ ഈ വില്ല് വെച്ചിരിക്കണമെന്ന് ചോദിക്കും.
വഴി കാണുന്ന ആൾക്കാരെടുത്ത്. അപ്പോൾ ധനുർഭവനം കാണിച്ചു കൊടുക്കും. അവിടെ വലിയ കുറ്റിയാന്മാരായിട്ടുള്ള നല്ല താട്ടിമാടന്മാരായിട്ടുള്ള ഗടാഗടിയന്മാരായിട്ടുള്ള ശങ്കരാടയുടെ വാക്ക് കടമെടുത്ത ഗടാഗടിയന്മാരായിട്ടുള്ള ഇങ്ങനെ ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കാവക്കാർ നിൽക്കുന്നുണ്ട്. ഭഗവാനും ബലരാമനും വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് ഏതോ 2 ചീള് പിള്ളേർ വന്നിരിക്കണമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അവർക്ക് ബ്രഹ്മത്തെ തിരിച്ചറിയാനുള്ള കഴിവില്ല. അവർ മായയിൽ മുങ്ങി മായയെ സേവിച്ച് നിൽക്കണവരാ. ഇവർ ചെന്ന് ഭഗവാൻ അവിടെ ചെന്ന് ആദ്യം കയ്യെ കെട്ടി ഇങ്ങനെയൊക്കെ നടന്നു നോക്കിയിട്ട് ഒരറ്റത്തെടുത്തിട്ട് ചുറ്റും നോക്കിയിട്ട് അതിൻ്റെ ഒരു അറ്റ ഒട്ടിക്കൽ അങ്ങോട്ട് ഒടിച്ചു. ഇത്രയും വലിയൊരു വില്ലിനെ ലീലയായിട്ട് ഒടിച്ചു കളഞ്ഞു. അതായത് ധനുസ് എന്നുള്ളതിന് ഞാൻ നേരത്തെയും പറഞ്ഞു, ത്രയംബകം എന്ന് നമ്മൾ ധനുസ്സിനെ വിളിക്കണതിൻ്റെ കാരണം തന്നെ രാമൻ ഒടിച്ച വില്ലാണെങ്കിലും കൃഷ്ണൻ ഒടിച്ച വില്ലാണെങ്കിലും ത്രിഗുണങ്ങളാണത്. മായയാണ്, വില്ല് മായയാണ്. ഇത് ധനുമാസമാണ്. മായയുടെ ആധിപത്യം, മായയെ അടക്കാൻ ധനുമാസ രാശിയുടെ ആരാധിപൻ വ്യാഴാണ്. വ്യാഴത്തിനെ ഏറ്റവും കൂടുതൽ ശക്തി കിട്ടുന്ന സമയം പുലർകാലമാണ്. ധനുമാസത്തിൽ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് മോക്ഷദായകമാണെന്നാണ് ഭാഗവതം പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 6 ദിവസമായിട്ട് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇവിടെ ഈ വില്ലൊക്കെ പൊട്ടിച്ച് അവനെ പിടിക്കുക കെട്ടുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭഗവാനും ബലഭദ്രനും കൂടെ നിമിഷാർദ്ധം കൊണ്ട് അവരെയൊക്കെ തല്ലിക്കൊന്ന് വളരെ കൂളായിട്ട് ആ ചോരയൊക്കെ തുടച്ചു കളഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി ഗോപന്മാരൊക്കെ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തി. ആ രാത്രി ദേഹശുദ്ധിയൊക്കെ വരുത്തി പോയി നന്നായി കുളിച്ചു. 2 പേരും കുളിച്ച് നേരത്തെ കിടന്നങ്ങോട്ട് ഉറങ്ങി. രാവിലെ പോയിട്ട് ഒരു വലിയ പണിയുണ്ട്. ഈ അവതാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നാളെയാണ്. അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. ഏട്ടനും കൂടെ കെട്ടിപ്പിടിച്ച് 2 പേരും കൂടെ കിടന്നങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അന്ന് രാത്രി ബ്രഹ്മം സമാധി അവസ്ഥയിൽ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ അപ്പുറത്ത് മായയ്ക്ക് ഉറക്കല്ലാണ്ടായി. ഇടയ്ക്കിടയ്ക്ക് എണീക്കും. കണ്ണാടി നോക്കുമ്പോൾ 2ആയി കാണും തല. ഒക്കെ ദ്വൈതമായി കണ്ട് ആത്മശക്തി ജാഗ്രതാകുമ്പോൾ മായ വിറയ്ക്കും. അങ്ങനെ കംസനെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം കഴിച്ചു കൂട്ടുക കാളരാത്രി തന്നെ എങ്ങനെയൊക്കെയോ രാവിലെ ആക്കി അവിടെ വേഗം തന്നെ കുളിച്ചൊരുങ്ങി കംസൻ സഭാമന്ദിരത്തിലേക്ക് എഴുന്നള്ളി അവിടെ ചെന്ന് രംഗപൂജ നടത്തി. ഭേരീനാഥം മുഴക്കി കൊടികൾ, മാലകൾ, തോരണങ്ങളൊക്കെ കൊണ്ട് രംഗമണ്ഡപം അങ്ങോട്ട് അലങ്കരിച്ചു. മദ്ദളമൊക്കെ കൊട്ടി. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. എല്ലാവരും ആഹ്ലാദമായിട്ട് നിൽക്കുമ്പോൾ കംസൻ മാത്രം ഇങ്ങനെ മുൾമുനയിൽ, ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നു എന്നാണ് പറയണത്. അങ്ങനെ ആ സമയത്ത് ആ മല്ലയുദ്ധരംഗത്തേക്ക് മല്ലന്മാർ അങ്ങനെ തൊടയിലൊക്കെ അടിച്ച് ആ ബഹളമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ആ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് അവിടുത്തെ പൂഴിമണ്ണൊക്കെ എടുത്ത് കയ്യിലിട്ട് ഉരച്ച് ആ ഒരു അരംഗം കൊഴുപ്പിച്ചുകൊണ്ട് ആ ഇതിലേക്ക് കയറിയ സമയത്ത് ഈ കുട്ടികളെ കാണാനില്ല. കംസൻ പ്രതീക്ഷിച്ചിരിക്കുക. കംസൻ അതുകാരെ ഈ മല്ലയുദ്ധക്കാർ ചെയ്യണ യുദ്ധത്തിലും അവർ രാജാവിനെ സന്തോഷിപ്പിക്കാൻ പുതിയ പല മുറകളൊക്കെ പഠിച്ചു വന്ന് അങ്ങോട്ട് മറിക്കുക ഇങ്ങോട്ട് അടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. കംസൻ്റെ ശ്രദ്ധ അതിലേക്കൊന്നുമില്ല. കംസൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇവർ വരാൻ വേണ്ടിയിട്ട്. ഭഗവാനും രാമനും അതിരാവിലെ തന്നെ ഉണർന്ന് ശൗചാദി നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ആ എണീക്കണ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംസൻ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ വാദ്യഘോഷങ്ങൾ കേട്ടിട്ടാണ് എണീക്കണം. അതാണ് അവരുടെ അലാം. അത് കേട്ടിട്ട് അവർ എണീച്ചത്. വേഗം തന്നെ കുളിച്ച് 2 പേരും തയ്യാറായി മാലകളൊക്കെ അണിഞ്ഞ് മല്ലയുദ്ധം കാണാനായിട്ട് ആ രംഗശാലയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ പതിവ് പോലെ ഫാൻസുകാരൊക്കെ പുറകിൽ വഴിയിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കാന്തത്തിലേക്ക് ഇരുമ്പിൻ്റെ തരികൾ ആകർഷിക്കപ്പെടുന്നത് പോലെ ഒരു വലിയ റെറ്റിന്യൂ ആയിട്ടാണ് ഭഗവാനും. അത് നടത്തമൊക്കെ ഭയങ്കര രസം. ബലരാമൻ മുന്നിൽ നടക്കുക, കൃഷ്ണൻ പുറകെ നടക്കുക. ആ നടത്തമൊക്കെ വളരെ രസമാണ്. കുട്ടികളുമാണല്ലോ, 9-10 വയസ്സല്ലേ ഉള്ളൂ 2 പേർക്കും. അപ്പോൾ ആ ഒരു നടത്തം നമ്മൾ മനസ്സിൽ നന്നായിട്ട് ധ്യാനിക്കുക. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും ആ മല്ലയുദ്ധരംഗത്തേക്ക് നടക്കണ ഭഗവാനെ, ആ രാമനെ, കൃഷ്ണനെയും മനസ്സിൽ ധ്യാനിക്കുക. തീർച്ചയായിട്ടും മനസ്സിന് അപാരമായിട്ടുള്ള മനഃശക്തി വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ 2 പേരുടെ യാത്ര വെളുത്ത് മഞ്ഞുതുള്ളി പോലെ ഇരിക്കണം. ബലരാമൻ നീല പട്ടുടുത്തിരിക്കണു, ചുവന്ന കുറിക്കൂട്ടണിഞ്ഞിരിക്കണു, വനമാലകൾ ധരിച്ചിരിക്കണു. അതേപോലെ തന്നെ ഭഗവാൻ പീതാംബരധാരി, ശരീരത്തിൽ മഞ്ഞക്കുറിക്കൂട്ടുകൾ അണിഞ്ഞിരിക്കുന്നു, വനമാല അണിഞ്ഞിരിക്കുന്നു. പരമസുന്ദരനായിട്ട് 2 പേരും ഇങ്ങനെ സാഖ്യവും യോഗവും മായയെ നശിപ്പിക്കാനായിട്ട് രംഗശാലയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആ കടന്നു ചെല്ലുന്ന സമയത്ത് ആ പുറത്ത് പ്രവേശനദ്വാരത്തിൽ കുവലയാപീഠം എന്നു പേരുള്ള ഒരു ആനയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആനയ്ക്ക് വയറ് നിറച്ച് കള്ള് കൊടുത്ത് അതിനെ ബോധം കെടുത്തി അതിൻ്റെ കണ്ണിലും അതിൻ്റെ കാലിലൊക്കെ ചങ്ങലയിലുള്ള ചെറിയ മുറിവുകളിലൊക്കെ മുളക് പൊടിയൊക്കെ തേച്ച് കൊടുത്ത് അതിനെ ആകെ എരിപുരി കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഈ കംസവധത്തിൽ ആനക്കാരൻ ഒരു വിശേഷ കഥാപാത്രമാണ് ശരിക്കും കഥകളിയിലൊക്കെ. ഇനി ആനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന എന്താണെന്ന് മനസ്സിലായി ആനക്കാരൻ മനസ്സിലാക്കും. കാലത്തിൻ്റെ സ്വരൂപമാണ് ആന. അപ്പോൾ സമയത്തിനെ കൊണ്ട്
സമയത്തിൻ്റെ ശക്തി കൊണ്ട് ബ്രഹ്മത്തെ നശിപ്പിക്കാൻ പറ്റുന്നതാണ് മായ വിചാരിക്കുന്നത്. പക്ഷെ ഭഗവാൻ സമയത്തിന് അതീതനാണെന്നുള്ളത് മായയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. അഥവാ നമ്മൾ എപ്പോഴും ജപിക്കാൻ 10 മിനിറ്റ് ഇരുന്നാൽ എനിക്ക് ഓഫീസിൽ പോകണം, ഇരുന്ന് ജപിക്കാൻ പറ്റില്ല, സമയമില്ല, അതുകൊണ്ട് വണ്ടി പോകുമ്പോഴേ ജപിക്കുള്ളൂ. പോകുമ്പോൾ വഴിയിലുള്ള ട്രാഫിക്, പോലീസുകാരെ ചീത്ത പറഞ്ഞ്, ബാക്കി കാറുകാരെ ചീത്ത പറഞ്ഞിട്ടാണ് ജപം. അപ്പം നമുക്കൊന്നിനും സമയമില്ല. പക്ഷേ ഈ മുതിർന്ന ആൾക്കാരുടെയൊക്കെ ഡയലോഗ് എനിക്കത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവർ പറഞ്ഞ കേൾക്കാൻ നിൽക്കാറില്ല. മക്കൾക്ക് ലീവില്ല, അവർ ഭയങ്കര തിരക്കിലാണ്. ഭഗവാനെ, ഇവിടെ ഇതിലും വലിയ തിരക്കുള്ള മനുഷ്യർ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നോക്കണം. ഈശ്വരൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യാത്ത വ്യക്തികൾ പോലും ലോകസേവനം ചെയ്തിട്ട് ജീവിക്കുന്നവരിൽ ഈ നാട്ടിൽ സമയമില്ലാത്ത 24 മണിക്കൂറിൽ 48 72 മണിക്കൂറായിട്ട് ജീവിതം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അങ്ങനെയുള്ളവരിയ്ക്കുമ്പോഴാണ് ഇവിടെ പറയണത് മക്കൾക്ക് ടൈമില്ല എന്ന്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചോദിക്കും എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പന് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുക്കും. കാര്യം നടന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ വന്ന് കാണാൻ അവർക്ക് ആർക്കും ടൈമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ എന്നോട് ചോദിച്ചിട്ട് വഴിപാട് മേടിച്ച് ചെയ്യാണ്ടിരിക്കുന്നവർക്കൊക്കെ ഗുരുവായൂരപ്പൻ വരമ്പത്ത് കൂലി കൊടുക്കണേ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എന്താണോ നേരാക്കിയത് അത് 30 റിവേഴ്സാക്കും. അത് ഞാൻ അങ്ങനെ സങ്കല്പം വെച്ചിട്ട് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഭഗവാന്റെ അടുത്ത് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് അക്ഷരം പ്രതി പാലിക്കാനുള്ള സമയത്തെ നമ്മൾ കണ്ടെത്തിയിരിക്കണം. കുവലയാപീഠം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഈ സമയമില്ല എന്നുള്ള പറച്ചിലാണ്. അതിനെ ഭഗവാൻ അടിച്ചു കൊല്ലും, അതിൻ്റെ കൊമ്പും പിഴുതെടുക്കും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് അത് കൊണ്ട് നടക്കണ ആനക്കാരനാകണ നമ്മളെയും കൊല്ലും. അതിൻ്റെ കൊമ്പോണ്ട് തന്നെ സമയമാകണ ആ ആനയുടെ കൊമ്പ് പറിച്ചിട്ട് ആ തൃച്ചംബരേശൻ ആ ആനക്കാരൻ്റെ തലയടിച്ച് തറക്കും. അതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. തൃച്ചംബരത്തിരിക്കണത് ഈ കുവലയാപീഠത്തിൻ്റെ കൊമ്പും പിഴുതിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണ് ഇരിക്കണത് അവിടെ. അതിരൗദ്രഭാവത്തിലുള്ള കൃഷ്ണനാണ് കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബര ക്ഷേത്രത്തിൽ. അങ്ങനെ ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളുന്ന സമയത്ത് കാലസന്നിഭനായിട്ടുള്ള ഗജവീരനെ അവിടെ കാണുന്നു. ജീവന് പീഡയുണ്ടാകുമ്പോഴാണ് കാലത്തിൻ്റെ ശക്തി അറിയുക. നമുക്കൊരു അസുഖം വരുമ്പോൾ ഒന്ന് മാറിയാൽ മതിയായിരുന്നു, സമയം പോണില്ലല്ലോ. ഒരു വേദന വരുമ്പോൾ ഡോക്ടറെ അടുത്ത് എത്തണത് വരെ, ഒരു ഇഞ്ചക്ഷൻ കിട്ടണത് വരെ ആ 5 മിനിറ്റ് 5 മണിക്കൂർ പോലെ തോന്നും. കാലത്തിൻ്റെ ശക്തി നമ്മൾ പീഡ വരുമ്പോൾ, ഒരു മരണം നടക്കുമ്പോൾ എത്ര ദിവസം ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ഈ കാലമൊക്കെ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടും, അതുവരെ ഒരു ഞൊടി പോലെ കഴിഞ്ഞു പോയിരുന്ന കാലങ്ങൾ കടന്നു പോകാതോ. അപ്പോൾ കുവലയാപീഠത്തിൻ്റെ ശക്തി നമ്മൾ അറിയും. അവിടെയും ബ്രഹ്മബോധം കൊണ്ട് മാത്രമേ അതിനെ അടിച്ചു കൊല്ലാൻ പറ്റുള്ളൂ. ഭഗവാൻ ആനക്കാരൻ്റെ അടുത്ത് ആനയെ വഴിയിൽ നിന്ന് മാറ്റടോ എന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചു കൈകൊണ്ട്, അവൻ മാറ്റില്ല. അപ്പോൾ ബലരാം ചൂണ്ടി പറഞ്ഞു മാറിയില്ലെങ്കിൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. അവൻ കേട്ടില്ല. അവനാണെങ്കിൽ ആനയെക്കാട്ടിലും കള്ളു കുടിച്ചിട്ടുണ്ട്. രണ്ടുപേരും മധ്യത്തിൽ ആനയ്ക്ക് കാലുറയ്ക്കുന്നില്ല. ആന അങ്ങനെ നിൽക്കണത് ചങ്ങലിന്ന് പറഞ്ഞിട്ട് ആ ചങ്ങലയൊക്കെ കിലിക്കിയിട്ട് അതിങ്ങോട്ട് നിൽക്കണം, ചീറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അന്തകനെ പോലെ മഹാഭയങ്കരനായി നിൽക്കണ ആ കുവലയാപീഠത്തിനെ ഭഗവാൻ നോക്കുന്ന കണ്ടപ്പോൾ ആ ആനയെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടിയിട്ട് കൂർത്തുമൂർത്ത അങ്കുശം ആനത്തോട്ടി കൊണ്ട് അതിൻ്റെ പുറകു വശത്ത് ഈ ആനക്കാരുടെ ഒറ്റ കുത്തുവെച്ച് കൊടുത്തു. അതിനെ അങ്ങോട്ട് ഇതാക്കാൻ. ആ സമയത്ത് ആ കുവലയാപീഠ വേദനയിൽ അങ്ങോട്ട് ചാടി ഭഗവാനെ തുമ്പിക്കൈ കൊണ്ട് അങ്ങോട്ട് പിടിച്ചു. തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് ചുറ്റി മുകളിലേക്ക് പൊക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കിയപ്പോൾ തുമ്പിക്കൈ മാത്രം, ആളെ കാണാനില്ല. ആള് കാലിൻ്റെ അടിയിൽ പോയി. ആ കാലിൻ്റെ അടിയിൽ പോയപ്പോൾ കാല് തട്ടിയപ്പോൾ ഇപ്പുറത്തെ കാലിൽ ഇവിടെ പോയിട്ട് ഒളിച്ചു. ആന കാലുകൊണ്ട് ആ കാലുകൊണ്ട് തട്ടിയപ്പോൾ വാലിൽ കൂടെ കയറി മുതുകത്ത് കയറി. ഇങ്ങനെ കുറച്ച് നേരം ആന ഇട്ടിട്ട് സമയത്തിനെ ഭഗവാൻ ഇട്ടിട്ട് കളിപ്പിക്കും. അങ്ങനെ വീണ്ടും തുമ്പിക്കൈ കൊണ്ട് എവിടെയാണ് തപ്പി ആന നോക്കുമ്പോൾ ആനയ്ക്ക് കാണുന്നില്ല. അങ്ങനെ പിടിക്കാൻ നോക്കുന്ന സമയത്ത് ആനയുടെ വാലിൽ പിടിച്ചിട്ട് ഗരുഡൻ സർപ്പത്തിനെ എന്ന പോലെ വീണ്ടും അലങ്കാരം വന്നു. അറിവ് കൊണ്ട് എങ്ങനെ സംസാരത്തിനെ മാറ്റണു. സർപ്പത്തിനെ എന്ന പോലെ 25 വിൽപ്പാട് ദൂരം പിടിച്ചു വലിച്ചു. 24 തത്വങ്ങളെ കൊണ്ട് മനുഷ്യൻ്റെ ശരീരവും 25ാമത്തെ തത്വങ്ങളെ കൊണ്ട് ഈശ്വരനെയും പറയണം, അതായത് വിഗ്രഹത്തിന്. അതുകൊണ്ടാണ് 25 ഗണ്ഡങ്ങളോട് കൂടിയിട്ട് സഹസ്രകലശം വെക്കണത് ഗുരുവായൂരപ്പന്. അതിൻ്റെ പ്രോഗ്രഷൻസിലുള്ളത് 1000 കലശമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സഹസ്രകലശത്തിൻ്റെ ഘടന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. ആ 25 തത്വങ്ങൾ വിഗ്രഹരൂപത്തിലിരിക്കുന്ന ഈശ്വരൻ്റെ അവസ്ഥയ്ക്ക് പോലും അപ്പുറത്തേക്ക് സമയത്തിനെ മാറ്റുമ്പോഴേ മോക്ഷം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ വിഗ്രഹത്തിൽ കുടുങ്ങി കിടക്കും. ഞാൻ പറഞ്ഞില്ലേ, വിഗ്രഹഭക്തി
മോക്ഷം തരുമെന്ന് വിചാരിച്ചാൽ ഒരു ചിത്രത്തിനോടോ ഒരു രൂപത്തിനോടോ ഒരു വിഗ്രഹത്തിനോടോ ഉള്ള ഭക്തി മോക്ഷം തരും നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും കിട്ടില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണം. വിഗ്രഹം പോലും വെറും ഒരു ഗേറ്റ് വേ മാത്രമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 25 വിൽപ്പാട് ദൂരം വലിച്ചഴിച്ചു എന്നാണ് പറഞ്ഞത്. ശുഗമഹർഷി അനാവശ്യമായിട്ട് ഒരു വാക്ക് പോലും പറയില്ലാതെ ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. ഇവിടെ 25 എന്നുള്ളത് 25 തത്വങ്ങൾക്കപ്പുറത്തേക്ക് സമയത്തിനെ വലിച്ച് ദൂരേക്കിട്ടു. ആ ആന 25 വിൽപ്പാട് ദൂരത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് ആ ഭഗവാന്റെ നേരെ അങ്ങോട്ട് തിരിയാൻ ശ്രമിച്ച നിമിഷത്തിൽ ഭഗവാൻ ചാടി ആ തുമ്പിയുടെ മുകളിൽ കൂടെ കയറിയിട്ട് തുമ്പിയുടെ കടഭാഗം പിടിച്ച കൊമ്പി പിടിച്ചിട്ട് കൈ ചുരുട്ടിയിട്ട് അതിൻ്റെ മസ്തകം മർമ്മം നോക്കിയിട്ട് ആഞ്ഞൊരടി വെച്ച് കൊടുത്തു. കുലാവിടം ദർപ്പത്തിൻ്റെയും സിമ്പിളായിട്ടാണ് പറയണമെന്നുണ്ട്. നമ്മുടെയൊക്കെ അഹങ്കാരം നമ്മുടെ ഉത്തമാംഗത്തിലാണ് കാണുക. മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയണം? മുഖം കണ്ടാലേ തിരിച്ചറിയാം. മുഖം കൊണ്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിയുന്ന മുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഭാരതദേശം. അതിൽ അടിച്ച് അതിന് മോക്ഷം കൊടുക്കണം. ഇവിടെ അടിക്കുമ്പോൾ വേറൊരു സംഭവം കൂടിയുണ്ട്. അത് എത്ര ദുഷ്ടജീവിയാണെങ്കിലും അതിൻ്റെ സഹസ്രാരം ഉണരും. ഭഗവാന്റെ കൈകൊണ്ടുള്ള അടി കിട്ടുമ്പോൾ കുലാവിടത്തിന് മോക്ഷമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ആ ആനയെ മസ്തകത്തിലടിച്ച് അതങ്ങോട്ട് കുഴഞ്ഞ് താഴേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഭഗവാൻ ആ തുമ്പിയിൽ നിന്ന് ചാടി ആ തുമ്പിയിൽ പിടിച്ചിട്ട് കറക്കി ആ ഭൂമിയിൽ തലങ്ങും വിലങ്ങും 4 അടി അടിച്ചു. അതോടുകൂടി ആനയുടെ വാരിയലുകളൊക്കെ തകർന്ന് ആനയുടെ പ്രാണം പോയി. ഒരു കാല് മസ്തകത്തിൻ്റെ അവിടെ ചവിട്ടി പിടിച്ചിട്ട് 2 കൊമ്പിനെ അങ്ങോട്ട് വലിച്ചൂരി അതിനെ കറക്കി കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് നിന്നിട്ട് അത് രണ്ടും കൊണ്ട് ആനക്കാരൻ്റെ തല ഇങ്ങനെ സിസേഴ്സ് കൊണ്ട് വെട്ടണമാതിരി അങ്ങോട്ട് വെട്ടിവിട്ടു. ഈ വിധത്തിൽ ഭഗവാൻ ആനക്കാരനെയും വധിച്ചു. കാരണം കാലത്തിനെ നിയന്ത്രിക്കുന്ന വേദാന്തത്തിൽ പറയും, വേദാന്തം പഠിച്ചവർക്കറിയാം, പ്രമാദ ചിതാഭാസൻ എന്നൊക്കെ പറയും. ആരാണോ കാലത്തിനെ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ കാലത്തിൻ്റെ സമയത്തിൻ്റെ അടിമയാണ് നമ്മളെ തോന്നിപ്പിക്കുന്നതായിട്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് നമ്മുടെ ഉള്ളിൽ, മായയുടെ. ആ ശക്തിയുടെ പ്രതീകമാണ് ആനക്കാരൻ. അവനെയും കൊന്നു സമയത്തിനെയും. സോ ഹി കിൽസ് ടൈം ഇൻ ലിറ്ററൽ സെൻസ്. സമയത്തിനെ സംഹരിക്കുന്നവനായതുകൊണ്ടാണ് മഹാദേവന് കാലസംഹാരമൂർത്തി എന്ന് പേര്. ആ കാലസംഹാരമൂർത്തി തന്നെയാണ് കുവലയാപീഠത്തിനെ വധിക്കുന്ന ഗുരുവായൂരപ്പനും. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും. നമുക്ക് അനവധി സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഭഗവാൻ അനവധി കാര്യങ്ങൾ ചെയ്തിരിക്കും. സമയത്തിനെ സംഹരിക്കണവനെ അത് സാധിക്കുള്ളൂ. ഒരു നൊടിയിൽ അനവധി കാര്യങ്ങൾ ഇവിടെയും ദൂരെയും എവിടെ വേണമെങ്കിലും ആഗ്രഹിക്കുന്നവിടെയൊക്കെ ചെയ്യാൻ ഈശ്വരന് സാധിക്കുന്നത് ഭഗവാൻ കാലസംഹാര സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ആ രക്തത്തിൽ കുളിച്ചിട്ട് വിയർപ്പും രക്തവും പൊടിപടലവും ചെളിയും എല്ലാം ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞു. ഈ വിധത്തിൽ ഭഗവാന്റെ മുഖകമലം വിയർപ്പ് തുള്ളികൾ കൊണ്ടും ശരീരത്തിൽ ആനയുടെ ചോര വീണിട്ടും ഒക്കെ ഇങ്ങനെ അവിടെ കുറിക്കൂട്ടുകൾ കൊണ്ട് അണിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ആ ചീറ്റിത്തെറിച്ച രക്തം കൊണ്ട് ബലരാമൻ്റെ വെളുത്ത ശരീരത്തിലും രക്തത്തിൻ്റെ ചാലുകൾ ഒഴുകുന്നുണ്ട്. ഈ വിധത്തിൽ ഗോപബാലന്മാരോടും മറ്റ് അനുയായികളോടും ആ ജനങ്ങളോട് കൂടിയിട്ടും പരിവൃതനായിട്ട് 2 കൊമ്പുകളും കയ്യിലിട്ട് കറക്കിക്കൊണ്ടാണ് ഭഗവാൻ രംഗമണ്ഡപത്തിലേക്ക് കയറുന്നത്. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പനെ വീണ് നമസ്കരിക്കാം. മല്ലാനാമശനിർനൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ. ഗുരുവായൂരപ്പ ഗോപാനാം സ്വജനോ വസതാം ക്ഷിതിഭുജാം ശാസ്താ സ്വമിത്രോ ശിശു മൃത്യുർഭോജപതേർവിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം വരദേവതേതി വിദിതോ രംഗം ഗത സാഗ്രജ. ഭഗവാനെ ഓരോരുത്തരെങ്ങനെ കണ്ടു എന്നാണ് പറയണത്. അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ച് അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് ബ്രഹ്മത്തെ ഓരോ സാധകൻ നോക്കിക്കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ തോന്നും. നമ്മുടെ ഭക്തി പ്രസ്ഥാനക്കാർ ഇപ്പം എന്താ ചെയ്യണത്? അവർ കാണുന്ന മാതിരി മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ പറഞ്ഞിട്ട് തല്ലി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവരെ അടിച്ചു ദൂരെ കളയണം. നമ്മൾ ഓരോരുത്തർക്കും ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം സ്വത്താണ്, അത് നമ്മുടെ മാത്രം അവകാശമാണ്. 2 കാര്യങ്ങൾ അതിന് പഠിക്കണം. 1, ഭഗവാനെ നമുക്ക് വേണ്ട രീതിയിൽ സാക്ഷാത്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. 2, മറ്റൊരാളുടെ ഗുരുവായൂരപ്പനെ ആ സങ്കല്പം ശരിയല്ല എന്ന് പറയാതിരിക്കാനുള്ള കടമയും നമുക്കുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരിക്കലും വേറൊരാളുടെ ഉപാസനെ കുറ്റം പറയാനോ കളിയാക്കാനോ പാടില്ല. ഇവിടെ പറയുക, ഈ ശ്ലോകത്തിൽ 17ാമത്തെ ശ്ലോകമാണ് 10ാമത്തെ സ്കന്ധം 43ാമത്തെ അധ്യായം 17ാമത്തെ ശ്ലോകമാണ് ഈ മല്ലാനാം അശരനിർണാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണേ. മല്ലന്മാർക്ക്, രൗദ്രഭാവമുള്ളവർക്ക്
ജീവിതത്തിൽ രൗദ്രമുള്ള ആൾക്കാർക്ക് ഭഗവാനെ കണ്ട ക്രോധിയായിട്ടാണ് തോന്നുന്നത്. ഞാൻ പല്ല് കടിച്ചിട്ട് യുദ്ധത്തിന് ഇറങ്ങണവനായിട്ട് തോന്നിയെന്ന് മല്ലന്മാർക്ക്. മനുഷ്യർ, സാധാരണ മനുഷ്യർക്ക് ഭഗവാനെ കണ്ടിങ്ങനെ കണ്ണു തള്ളി അത്ഭുതത്തായിട്ട് നിൽക്കണം. അത്ഭുത രസമുള്ളവർക്ക് മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടും നരശ്രേഷ്ഠനായിട്ടും, സ്ത്രീകൾക്ക് ശൃംഗാരരസത്തിലിരിക്കുന്നവർക്ക് കാമദേവനെ പോലെയും, ഗോപജനങ്ങൾക്ക് സ്വന്തം ആളെ. അപ്പോൾ ഭഗവാൻ ജയിക്കാനായിട്ട് അവരൊരു ഹാസ്യമാണ്. ഈ മണ്ടന്മാരെ ഇവരുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? അപ്പോൾ ഹാസ്യരസത്തോടു കൂടി നോക്കുന്നവർക്ക് സ്വന്തം ആളായിട്ടും, രാജാക്കന്മാർക്ക്, വീരന്മാരായിട്ടുള്ള രാജാക്കന്മാർക്ക് അവരെ ശാസിക്കുന്ന ശാസ്താവായിട്ടും, ശാസകനായിട്ടും, ശാസ്താവ് വെച്ചാൽ ശാസകൻ, അടിച്ച് പഠിപ്പിക്കണം, അങ്ങനെ ആയിട്ടും, ദേവകീ വസുദേവന്മാർക്ക്, മാതാപിതാക്കന്മാർക്ക് വാത്സല്യത്തോടു കൂടി നോക്കുമ്പോൾ കൊച്ചു കുഞ്ഞായിട്ടും, അച്ഛനമ്മമാർക്ക് മക്കൾക്ക് 80 വയസ്സായാലും 100 വയസ്സായാലും അവർ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും കുട്ടി തന്നെയാണ് അല്ലേ? അതേപോലെ ചെറിയ കുട്ടിയായിട്ടും, ഭയാനക രസമുള്ള മായയ്ക്ക്, കംസന് മരണത്തിൻ്റെ രൂപമായിട്ടും, അജ്ഞാനികൾക്ക്, അറിവില്ലാത്ത ആൾക്കാർക്ക് പേടി തോന്നുന്ന വിധത്തിൽ, അത് ഭയമല്ല, ബീബൽസാണ്, ഭയങ്കര ഭീകരതയുണ്ടാക്കുന്ന, നമ്മൾ എന്താ പറയുക, ഹൊറർ എന്ന് പറയുന്ന അവസ്ഥ. ഫിയർ അല്ല, ഹൊറർ, ഭീബൽസത്തിൻ്റെ രസമുള്ളവർക്ക് വിരാട് പുരുഷനായിട്ടും. ഇതെന്താ ഇത് എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? ആ അവസ്ഥ. യോഗികളായിട്ടുള്ളവർക്ക്, യോഗിച്ചാൽ മനസ്സടക്കിയവർ, മംഗളത്തിൻ്റെ ഉത്തുംഗഭാവത്തിനെ ഷാ എന്ന ശബ്ദം കൊണ്ട് മംഗളം, അത് വരുത്തുന്നവൻ ശിവൻ, അത് നടത്തുന്നവൻ ശങ്കരൻ, അതിൽ ജനിപ്പിക്കുന്നവൻ ശംഭു, അതിൻ്റെ പരകോടി ശാന്തം. അപ്പം ശാന്തം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മംഗളത്തിൻ്റെ പരകോടി എന്നർത്ഥം. അപ്പം ശാന്ത സ്വഭാവം ഉണ്ടാവും യോഗികൾക്ക്. അവർക്ക് പരമതത്വമായിട്ടും, യാദവന്മാർക്കൊക്കെ പുതിയൊരു ബന്ധു കയറി വരുന്നു, അവർക്കൊക്കെ ഭഗവാനോട് വലിയ സ്നേഹം തോന്നുന്നു, പ്രേമരസം തോന്നുന്നു. അവർക്ക് ഇഷ്ടദൈവമായിട്ടും ആ ഗുരുവായൂരപ്പൻ രംഗം ഗതസാഗ്രജ, ആ രംഗത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു, മല്ലയുദ്ധ രംഗത്തിലേക്ക്. അപ്പോൾ ഭഗവാൻ എങ്ങനെയുള്ളതാണെന്ന് നീ ചോദിച്ചില്ലേ പരീക്ഷിത്തെ? അതിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്ന്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ഭഗവാനെ സഗുണരൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. നിർഗുണരൂപത്തിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് പറയണു. അതിനുശേഷം ഭഗവാൻ എന്താ പറയുക, കംസൻ ധീരപുരുഷനായിട്ടുള്ള ആണെങ്കിലും ഈ കുവലയാപീഠത്തിനെ കൊന്നത് കണ്ടതും ചാണൂര മുഷ്ടികന്മാരെ അവിടേക്ക് പറഞ്ഞേക്കാണ്. ഭയം ഒന്നുകൂടെ വർദ്ധിച്ചു. കുവലയാപീഠം മരിച്ചു എന്ന് കണ്ടപ്പോൾ ചാണൂരനും മുഷ്ടികനും ഭഗവാന്റെ നേരെ ആഞ്ഞെടുത്തു. ചാണൂര മുഷ്ടികന്മാരുടെ തത്വാർത്ഥമൊക്കെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അവതാരം തുടങ്ങുമ്പോൾ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അവരെ വളരെ ലീലയായിട്ട് ഭഗവാനും ബലഭദ്രനും കൂടെ അടിച്ചു തകർത്ത് കളഞ്ഞു. ജ്ഞാനത്തിനെ കൊല്ലേണ്ടതിനെ ജ്ഞാനം കൊണ്ടും, യോഗത്തിനെ കൊണ്ട് കൊല്ലേണ്ടതിനെ യോഗം കൊണ്ടും കൊന്നു കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടു ദൂർ. അതിനുശേഷം ചാണൂരമുഷ്ടികന്മാർ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കംസൻ്റെ സകല നിയന്ത്രണവും പോയി. സിംഹാസനത്തുനിന്ന് ചാടി എഴുന്നേറ്റു, വാളെടുത്തു, വസുദേവനെയും ദേവകിയും കൊല്ല്, അച്ഛൻ ഉഗ്രസേനെ പിടിച്ച് തടവിലിട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൽപ്പന, ഈ 2 അസത്തുക്കളെ പിടിച്ചു കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൽപ്പനകളുടെ പൊടിക്കുന്ന സമയത്ത് ഈ ചാണൂരൻ്റെ ശവശരീരങ്ങളെ ചവിട്ടി മാറ്റിയിട്ട് മുഷ്ടികൻ്റെയും ശവശരീരത്തിന് ഇപ്പുറത്തേക്ക് തള്ളിയിട്ടിട്ട് ഈ ചേട്ടനും എനിക്കും അതിൻ്റെ വ്യാപൃതരായിട്ടിരിക്കുന്ന സമയത്തിന് ഈ കൽപ്പന കേൾക്കണം. രണ്ടുപേരും ഒരു നോട്ടം നോക്കി കംസനെ. കംസൻ ആ നോട്ടത്തിൽ വിറങ്ങലിച്ചു എന്നാണ് ഭഗവാന്റെ. ബ്രഹ്മം മായയെ കാണുമ്പോൾ മായയ്ക്ക് കയ്യും കാലും തളർന്നു പോകും, പിന്നെ അനങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അമ്മാവൻ മരുമകനെ ഒരിക്കലേ കണ്ടുള്ളൂ, അതോടെ മരിച്ചു എന്ന് പറഞ്ഞത്. വിറങ്ങലിച്ച് നിൽക്കണ കംസൻ്റെ നേരെ തൻ്റെ അടിക്കുത്തൊക്കെ ഒന്നുകൂടെ ഇറുക്കി ഉടുത്തിട്ട് ആ ഭഗവാൻ ശരിക്കും 3-4 ചവിട്ട് കൊണ്ട് അങ്ങോട്ട് ചാടിച്ചെന്ന് ആ നെഞ്ചത്തൊക്കെ ഒരു ചവിട്ട് വെച്ച് കൊടുത്ത് അവനെ പകുതി സിംഹാസനത്തിലും പകുതി നിരത്തുമായിട്ട് ഇട്ട് അവൻ്റെ നെഞ്ചി ചവിട്ടി സിംഹാസനത്തിൻ്റെ മുകളിൽ കയറി തലകീഴാക്കി കിടന്നിട്ട് നെഞ്ചും കൂടി നോക്കിയിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. ആ അടിയിൽ കംസൻ കഴിഞ്ഞു. ദേവന്മാരുടെയൊക്കെ പുഷ്പവൃഷ്ടി നടക്കണു. അങ്ങനെ കംസവധം ചെയ്ത് നിൽക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പനെ എല്ലാവരും മനസ്സുകൊണ്ട്, നമ്മുടെയൊക്കെ മനസ്സിലെ മായ നശിക്കാനായിട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക മനസ്സുകൊണ്ട്. ഭഗവാന്റെ ആ വിചിത്രമായിട്ടുള്ള ആ ലീല കണ്ട് ലോകങ്ങളൊക്കെ നടുങ്ങി മറച്ചു. കംസൻ്റെ നെഞ്ചത്തേക്ക് ചാടിയ നിമിഷം തന്നെ, ഭഗവാന്റെ നിന്ന് അടി കിട്ടുന്നതിന് മുമ്പ് തന്നെ കംസൻ്റെ ആത്മാവ് ആ ശരീരത്തെ ഉപേക്ഷിച്ച് സദാ കൃഷ്ണനെ ഭയന്ന് കൃഷ്ണനെ തന്നെ ചിന്തിച്ച് അവസാനം കൃഷ്ണദർശനം ലഭിച്ച് മരിക്കണ കംസന് സദ്യോ മുക്തി, അപ്പോൾ തന്നെ മുക്തി കിട്ടുകയാണ് ചെയ്തത്.
ആകാശത്ത് ദേവദുന്ദുവികളൊക്കെ മുഴങ്ങി, ബ്രഹ്മാതിദേവന്മാർ വർദ്ധിച്ച സന്തോഷത്തോടെ പുഷ്പവൃഷ്ടി ചെയ്തു. പണ്ട് പാലാഴിമഥന സമയത്ത് കാലനേമി എന്ന് പറഞ്ഞ അസുരനെ ഭഗവാൻ വധിച്ചതാണ്. അവൻ തന്നെയാണ് വീണ്ടും കംസനായിട്ട് ജനിച്ചത് ഈ ഭൂമിയിൽ. കാലചക്രം തന്നെയാണ് മായ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി അവിടെ കാണിക്കുന്നു. അതിനുശേഷം കംസൻ്റെ ശേഷക്രിയകളൊക്കെ വിധിപൂർവ്വം നടത്തി. കംസൻ്റെ ഭാര്യമാരൊക്കെ ദുഃഖം കൊണ്ട് നിലവിളിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, മായ നശിച്ചാലും പിന്നെയും നമ്മുടെ ഉള്ളിൽ ചില വൃത്തികൾ ശേഷിക്കും. അവർ വന്നിട്ട് തന്നെ തടിച്ച് കരയും. അവരൊക്കെ പ്രാരബ്ധത്തിൻ്റെ പുത്രിമാരായിരുന്നു, ജരാസന്ധൻ്റെ മക്കളായിരുന്നു. കംസൻ്റെ ഭാര്യമാരൊക്കെ ജരാസന്ധൻ്റെ മക്കളായിരുന്നു. അങ്ങനെ അങ്ങയുടെ മരണം കൊണ്ട് ഈ നഗരവും ഞങ്ങളും വീടും ഒക്കെ നശിച്ചതുപോലെ ആയല്ലോ എന്ന് പറയുകയാണ്. ആത്മാവിനെ ലഭിച്ചാലും ചില സാധകർക്ക് സുഖം അനുഭവിക്കാൻ അവരുടെ ബാക്കി വന്ന വൃത്തികൾ സമ്മതിക്കില്ല, മെൻ്റൽ ആക്ടിവിറ്റികൾ എന്നവിടെ പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം കംസൻ്റെ ശേഷക്രിയകൾ വിധിപൂർവ്വം നടത്തുന്നു. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അച്ഛനമ്മമാരെ മോചിപ്പിക്കുന്നു. ഭഗവാൻ അമ്മ തന്നെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് അവിടെ നിൽക്കുന്നു. പക്ഷെ ദേവകിക്ക് ഭഗവാനെ മകനായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ദേവകി ഭഗവാനെ രക്ഷകനായിട്ടാണ് കാണുന്നത്. ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണിട്ട് ദേവകി നമസ്കരിക്കുകയും ചെയ്യണത്. മകൻ എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ അത് മനസ്സ് തകർന്നു പോകണ അനുഭവമാണെന്നാണ് പറയുന്നത്. ദേവകി പറയും, എനിക്ക് നിന്നെ മകനായിട്ട് കാണാൻ അറിയില്ല. നിന്നെ ഞാൻ കണ്ടത് പ്രസവിച്ച സമയത്ത് ശംഖചക്ര കഥാപാണിയായിട്ട് ചതുർഭുജ രൂപത്തിലാണ് കണ്ടത്. പിന്നെ ഇപ്പോൾ എന്നെ രക്ഷിക്കുന്നവനായിട്ടാണ് കാണുന്നത്. എന്നെ ഞാൻ നമസ്കരിക്കണു എന്ന് പറഞ്ഞിട്ട് വീണ് നമസ്കരിക്കുകയാണ് ചെയ്തത്. എന്താണെങ്കിലും കംസൻ്റെ മരണത്തിന് ശേഷം ഭഗവാൻ അച്ഛനമ്മമാരുടെ അടുത്ത് ഈ അവരുടെ എന്താ പറയുക, അവർക്ക് ആത്മജ്ഞാനം പൂർണ്ണമായിട്ടും കിട്ടി എന്ന് ഉറപ്പുവരുത്തി. കാരണം വസുദേവനും ദേവകിക്കും ഇനി ഇത് തൻ്റെ മക്കളാണ് എന്നുള്ള ബോധമില്ലാതെ ഈ രക്ഷിച്ചിട്ടുള്ളത് ബ്രഹ്മം തന്നെയാണെന്നുള്ള ബോധമുണ്ടായെന്ന് കണ്ടപ്പോൾ ഭഗവാൻ, ചിലവർ ജീവിതത്തിൽ പ്രാരബ്ധമുള്ള ശരീരം വെച്ച് ജീവിക്കണമെങ്കിൽ ഭഗവാൻ ആ ജ്ഞാനത്തിനെ കുറച്ചു കാലത്തേക്ക് മറയ്ക്കും. അങ്ങനെ വീണ്ടും ഞങ്ങളെ കുട്ടികളായിട്ട് തന്നെ അവർ കാണട്ടെ എന്ന് കരുതിയിട്ട് അവർക്ക് അപ്പോൾ ആ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ജ്ഞാനത്തിനെ മറച്ചു കളഞ്ഞിട്ട് വളരെ വിനയത്തോട് കൂടിയിട്ട് അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്ക് ജ്ഞാനം കിട്ടണം എന്ന് പറയുകയും അതിനുശേഷം പഠിക്കാനായിട്ട് സാന്ദീപനിയുടെ ആശ്രമത്തിൽ ഉജ്ജയിനി പോവുകയും അതിൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ട് തൻ്റെ ഗുരുവിൻ്റെ പുത്രനെ പഞ്ചജൻ എന്ന് പറഞ്ഞ അസുരനെ വധിച്ച് വീണ്ടെടുത്ത് കൊണ്ടുവന്ന് ഗുരുദക്ഷിണ നൽകുകയും ചെയ്യണം. അവിടെ ആ ഭാഗം അവസാനിക്കുന്നു. ഉദ്ധവൻ പോകുന്നതും ഭ്രമരഗീതവും ഒക്കെ ചുരുക്കി ഞാൻ അടുത്ത ഭാഗത്തിൽ രുക്മിണി സ്വയംവരം പറയുന്ന സമയത്ത് പറഞ്ഞോളാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സ്വാമി ശരണമയ്യപ്പ.